ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രയും ശരത്തും ഫോണിലൂടെ സംസാരിക്കുകയാണ്. അങ്ങനെ ശരത്ത് പറയാണ്, അപ്പോൾ ആ തള്ള വീട്ടിലേക്ക് വരികയാണല്ലേ എന്ന് പറയുമ്പോൾ അതെ, എൻ്റെ സ്വസ്ഥതയും സമാധാനവും പോയി. അപ്പോൾ ശരത്ത് പറയണേ, എങ്കിൽ സ്വസ്ഥതയും സമാധാനവും പോകുന്ന മറ്റൊരു കാര്യം പറയട്ടെ. അതെന്താണ്? അല്ല, എനിക്ക് കുറച്ച് കാശ് വേണം. കാശോ? നിനക്ക് ഞാൻ തരാനുള്ളതൊക്കെ തന്നല്ലോ, ഇനി എന്ത് കാശാണ് നീ ചോദിക്കുന്നത്? എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് കാശ്? നിൻ്റെ കഴുത്തിലും നിൻ്റെ കയ്യിലുമൊക്കെ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് വിറ്റ് തന്നാൽ മതി. എന്താ ശരത്തെ ഈ പറയുന്നത്? എന്നോട് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത് എന്തിനാണ്? ക്രൂരതയോ? ഞാൻ അങ്ങനത്തെ സഹായമാണ് ചന്ദ്രൻ നിനക്ക് വേണ്ടി ചെയ്തു തന്നത്. ശരി ശരി, തൽക്കാലം ഞാൻ എൻ്റെ കയ്യിലെ വള പണയം വെച്ച് കാശ് നിനക്ക് തരാം. അപ്പോൾ ശരത്ത് പറയണേ, എനിക്ക് കുറച്ച് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ്. എനിക്ക് കാശിൻ്റെ അത്യാവശ്യമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കുറച്ച് പൈസ അത്യാവശ്യമായി കെട്ടണമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. അതിനു വേണ്ടിയാണ്. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നല്ലേ പറഞ്ഞത്? കൊണ്ടുവരട്ടെ, അതാണ് നിനക്കും എനിക്കും നല്ലത്. എന്താണ് ഉദ്ദേശിക്കുന്നത് ശരത്തെ? എനിക്കാകെ പേടിയായിട്ട് വയ്യ. രമേശയ്ക്ക് എന്നോട് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. പിന്നെ രമേശയെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ ഞാൻ അവരെ പേടിക്കുകയും വേണം, അതും പോരാഞ്ഞിട്ട് അവരെ പരിചരിക്കുകയും വേണം. അപ്പോൾ ശരത്ത് പറയണേ, പരിചരണം അത് തന്നെയാണ് എനിക്കും വേണ്ടത്. അവരെ നീ പരിചരിക്കണം. എന്നിട്ട് അവർക്ക് കൊടുക്കാനുള്ള മരുന്ന് അത് ഞാൻ നിനക്ക് തരാം. എന്നിട്ട് അത് ആരും അറിയാതെ നീ കുറേശ്ശെ അവർക്ക് കൊടുക്കണം. അതോടുകൂടി അവർ കുറച്ച് ദിവസങ്ങൾ കഴിയും തോറും അവരങ്ങ് ഇല്ലാതാവും. ആർക്കും ഒരു സംശയവും തോന്നില്ല. ആശുപത്രിയിൽ വെച്ച് നമുക്ക് നടക്കാത്തത് വീട്ടിൽ വെച്ച് നടക്കും. അതോടുകൂടി പ്രേമയുടെ ശല്യം നിനക്ക് എന്നേക്കുമായിട്ട് ഇല്ലാതാവുകയും ചെയ്യും. ഇതൊക്കെ നടക്കുമോ ശരത്തെ? ഇതൊക്കെ ആരെങ്കിലും കണ്ടുപിടിക്കുമോ? ആരും കണ്ടുപിടിക്കില്ല. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യേ. പ്രേമയുടെ തലവേദന അതോടുകൂടി ഇല്ലാതാവും. ഞാൻ തരുന്ന മരുന്ന് നീ എങ്ങനെയെങ്കിലും പ്രേമയെ കൊണ്ട് കുടിപ്പിക്കണം. എല്ലാ ദിവസവും അങ്ങനെ കുടിപ്പിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രേമ അങ്ങ് ഇല്ലാതാവുകയും ചെയ്യും. അതോടുകൂടി ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ശേഷമാണ് ഫോൺ വെക്കുന്നത്. പിന്നീട് സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് ദേവികയും സിദ്ധുവും കൂടി വരികയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, അല്ല പ്രേമേച്ചി എവിടെ? പ്രേമേച്ചിയെ നാളെയാണ് ഡിസ്ചാർജ് ചെയ്യുക. പിന്നെ എന്തിനാണാവോ നീ ഇവിടേക്ക് വന്നത്? അത് പിന്നെ പ്രേമേച്ചി വരുന്നതിൻ്റെ മുന്നേ പ്രേമേച്ചിയുടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടേ? ചേച്ചിക്ക് വയ്യാതിരിക്കുകയല്ലേ, എല്ലാം ഒന്ന് ശരിയാക്കണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. അതിനിവിടെ ഞാനുണ്ട്, ഞാൻ നോക്കിക്കോളാം എല്ലാ കാര്യം. നിന്റെ സഹായം വേണ്ട എന്ന് സിദ്ധു പറഞ്ഞു. നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവളാണെന്നുള്ളത് സിദ്ധു പറഞ്ഞു. അല്ലേ സിദ്ധു, എന്തിനാണ് പറയുന്നത്? അതിവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്താ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ദേവികയ്ക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വാ, എൻ്റെ പട്ടി പോയി എടുക്കും. ഇത് തന്നെയാണ് നീയും ദേവികയും തമ്മിലുള്ള വ്യത്യാസം. അവരോട് പറഞ്ഞാൽ നീ ഒന്നും അനുസരിക്കില്ല. പക്ഷേ ദേവികയോട് ഒന്നും പറയേണ്ട, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും. അത് കേട്ടപ്പോൾ ചന്ദ്രക്ക് ദേഷ്യം പിടിക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് ദേവിക, എന്താ സിദ്ധു നിൻ്റെ ഷർട്ടിൽ എന്താണെന്ന് പറഞ്ഞ് ദേവിക വെറുതെ ചന്ദ്രയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി സിദ്ധുവിൻ്റെ ഷർട്ടിൽ പൊടിയുണ്ട് എന്ന് പറഞ്ഞ് തട്ടിക്കൊടുക്കട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം പിടിക്കണം. എങ്ങാതെ നിൽക്കൂ സിദ്ധു, ഞാനെല്ലാം മാറ്റിത്തരാം എന്ന് പറഞ്ഞ് ഷർട്ടിലൊക്കെ പൊടിയൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് പറഞ്ഞുകൊണ്ട് തട്ടി കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയാണ് ദേവിക, അല്ല ഈ വീടൊന്നും അടിച്ചു വരാറില്ലേ? ഇല്ല, അടിച്ചു വരാറില്ല. അത് തന്നെയാണ് ഇവിടെ നിറയെ പൊടിയുണ്ട്. അല്ല നിനക്കെന്താ ഈ വീട്ടിൽ ജോലിയൊന്നുമില്ലേ? അത് ചോദിക്കാൻ നീ ആരാടി? നീ എന്നൊക്കെ സൂക്ഷിച്ചു വിളിക്കണം. മര്യാദക്ക് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ വായിൽ കിടക്കുന്ന പല്ലിൻ്റെ എണ്ണം കുറയും. നീ എന്താടി എന്നെ അടിക്കുമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എങ്കിൽ നീ ഒന്ന് അടിക്കടി എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയണേ, നിന്റെ പ്രയാസമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നീ എന്ത് ഉദ്ദേശിച്ചാണോ ഈ വീട്ടിലേക്ക് കയറി വന്നത്? അതൊന്നും നടക്കാതെ പോയതിൻ്റെ ക്രമം നിനക്ക് നന്നായിട്ടുണ്ട്. അല്ല അങ്ങനെയും പറയാൻ പറ്റില്ല, നീ ഉദ്ദേശിച്ച ചിലതൊക്കെ നടന്നിട്ടുണ്ട്. അല്ല സിദ്ധു, സ്വർണത്തിനൊക്കെ ഇപ്പോൾ നല്ല വിലയല്ലേ? അതെ, 1.25 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അല്ല സിദ്ധു, പ്രേമേച്ചിയുടെ എത്ര പവൻ സ്വർണം പോയിട്ടുണ്ടാവും? ചേച്ചിയുടെ മുഴുവൻ സ്വർണം പോയ മട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കേണ്ടേ? അല്ല ചന്ദ്ര, നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ പെട്ടെന്ന് ചന്ദ്ര അങ്ങ് പതറുകയാണ്. എനിക്കും ആരെയും സംശയമില്ല. ദേവിക പറയണ, എങ്കിൽ എനിക്ക് ചില ആളുകളെയൊക്കെ സംശയമുണ്ട്. ഒരു കാരണവശാലും അവരെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. കേട്ടപ്പോൾ ചന്ദ്ര അങ്ങ് പേടിച്ചു പോവാട്ടോ. എന്നിട്ട് സിദ്ധു പറയാണ്, വാ ദേവിക, ഞാൻ പ്രേമേച്ചിയുടെ റൂം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ദേവികയും കൊണ്ട് പോവാൻ കേട്ടോ. അപ്പോൾ ദേവിക ചന്ദ്രയുടെ നീക്കങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ നല്ല പേടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ട് ചന്ദ്ര നേരെ സിദ്ധുവിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയണേ, വീട്ടിനകത്ത് കയറി ഒളിച്ചിരുന്ന ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അച്ഛൻ അറിയുന്നുണ്ടോ? അതിന് ഇത് നിന്റെ വീടല്ലല്ലോ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? അതിനെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നവരെ ഇത് എൻ്റെ വീട് തന്നെയാണ്. എന്നിട്ട് നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ചന്ദ്ര പറയണ, അവൾ വന്നിട്ടുണ്ട്. ആര്? ദേവികയോ? ദേവിക തന്നെ. അവളെ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട. എന്തിന്? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ദേവികയെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു ഞാൻ. എന്തായാലും അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയായിരുന്നില്ലേ? അപ്പോൾ ചന്ദ്ര പറയണ, കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണ് വരാൻ പാടുണ്ടോ? നീ അങ്ങനെ ആയിരുന്നല്ലോ. നീയല്ലേ ഇവിടെയല്ലേ താമസിച്ചത് കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ. അച്ഛൻ കൂടുതൽ സംസാരിക്കാതെ അവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ പറ്റുമോ? ഇല്ല, അവൾ ഒരിക്കലും ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടില്ല. എൻ്റെ മോളെ തിരിച്ചു
തിരിച്ചു കിട്ടിയത് ദേവിക കാരണമാണ്. അതിനുള്ള നന്ദി എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അവളോട് കാണിക്കും. അവൾ ഇവിടേക്ക് വരുന്നത് ഇഷ്ടമല്ല. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയിക്കോ. നിന്നെക്കാളും വലുത് എനിക്ക് ദേവികയാണ്. നിങ്ങളൊക്കെ ഇതിന് അനുഭവിക്കും. ഇനി ഇതിൽ കൂടുതൽ എന്തനുഭവിക്കാനാണ്? ഇത്രയും കാലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ. ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും അനുഭവിക്കാനില്ല. ഈ വീടിന്റെ ശാപം അത് നീയാണ്. നീ എന്ന് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു അതോടുകൂടി ഈ വീടിന്റെ നല്ല കാലവും തുടങ്ങും. കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. എന്നിട്ട് ചന്ദ്ര പറയണേ, ഞാൻ നിങ്ങളെയൊക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിലോ ചന്ദ്രയുടെ വാക്കുകളൊക്കെ ഒരു പുച്ഛഭാവത്തോടു കൂടിയാണ് കേട്ടോണ്ട് നിൽക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ചന്ദ്ര ശരത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവട്ടെ. അങ്ങനെ ശരത്ത് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് പറയാണ്, അല്ല ആ ദേവിക ഈ വീട്ടിൽ നിന്ന് പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണെന്നും പറഞ്ഞിട്ടില്ല. അതെ, എങ്കിൽ ഹോസ്പിറ്റലിലേക്കല്ല അവർ പോയിട്ടില്ല, ആ സിദ്ധുവിൻ്റെ വീട്ടിലേക്കാണ്. എന്നിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, സിദ്ധുവും ദേവികയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ചന്ദ്ര അവിടേക്ക് വന്നത്. ചന്ദ്ര അവരെ കൈയോടെ പൊക്കി. അപ്പോൾ അവർ പറയാണ്, സിദ്ധുവിനെ എത്രയും പെട്ടെന്ന് ഞാൻ കല്യാണം കഴിക്കുമെന്നാണ് അവർ പറഞ്ഞത്. അത് പിന്നെ നേരത്തെ അത് തീരുമാനിച്ചതാണല്ലോ. പക്ഷേ അവരിപ്പോൾ അങ്ങനെ കല്യാണത്തിന് ഒരുങ്ങാൻ പാടുണ്ടോ? ഒന്നല്ലെങ്കിൽ നിത്യ അവരുടെ അനിയത്തിയല്ലേ, എന്നിട്ട് മരിച്ചിട്ട് അധിക ദിവസം പോലും ആയില്ല. എന്നിട്ടാണ് ഇനിയിപ്പോൾ ഒരു കല്യാണം അവർ പറയുന്നത്. ഈ വീട്ടിലുണ്ടോ ഇപ്പോൾ പെട്ടെന്ന് ഒരു കല്യാണം നടത്താൻ പാടൂ? അമ്മയെ കാണാനുമില്ല. ഒരു വർഷത്തിനുള്ളിൽ ഈ വീട്ടിൽ വിവാഹം നടക്കാൻ പാടില്ല. ഒരു വർഷം വരെ അവർക്കൊന്ന് കാത്തിരുന്നൂടെ? പിന്നെ നിത്യ ഇല്ലാത്ത ഓർമ്മകളൊക്കെ ഞാൻ നിങ്ങളെയൊക്കെ കാണുമ്പോഴാണ് മറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഒരിക്കലും കല്യാണം നടത്തരുത്. ഒരു വർഷം വരെ അവർക്ക് കാത്തിരുന്നൂടെ? അങ്ങനെ മുത്തശ്ശിയെ എരിപിരി കയറ്റുകയാണ് ശരത്ത്. അപ്പോൾ മുത്തശ്ശി പറയാൻ, ഇല്ല, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. നിന്നെ ഞാൻ എൻ്റെ കൊച്ചുമോനെ പോലെയാണ് കാണുന്നത്. അപ്പോൾ ശരത്ത് പറയണേ, ഈ വീട്ടിൽ അവർ കല്യാണം കഴിഞ്ഞ് അവരുടെ ഭർത്താവുമായിട്ട് വന്നാൽ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. പിന്നെ ഒരിക്കലും മുത്തശ്ശി എന്നെ കാണില്ല. അയ്യോ മോനെ, നീ അങ്ങനെയൊന്നും പറയരുത്. ഞാൻ നിന്നെ കാണുന്നത് എൻ്റെ കൊച്ചുമോനായിട്ടാണ്. അതുകൊണ്ട് തന്നെ നീ പറഞ്ഞതുപോലെ ഇവിടെ കല്യാണം നടക്കില്ല. ദേവികയും സിദ്ധുവും തമ്മിലുള്ള കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടെ. അത് കേട്ടപ്പോൾ ശരത്തിനൊരു ആശ്വാസമാവാണ്. അങ്ങനെ ശരത്ത് പോയി കഴിഞ്ഞ ശേഷം മുത്തശ്ശി മനോഹരനെ വിളിക്കുകയാണ് കേട്ടോ. മനോഹര, ആ ദേവിക കല്യാണത്തിന് സമ്മതിച്ചു എന്ന് കേട്ടു. അതെ, ദേവിക എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് സമ്മതം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദേവികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം നടത്തണം. അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. എന്താ മനോഹര നീ ഈ പറയുന്നത്? പാർവതിയെ കാണാനില്ല. പിന്നെ നിന്റെ മകൾ മരിച്ച് അധിക ദിവസം പോലും ആയില്ല. ഒരു വർഷം വരെ ഈ വീട്ടിൽ നല്ല കാര്യങ്ങളൊന്നും നടക്കരുത് എന്ന് നിനക്ക് അറിഞ്ഞൂടെ? അതിന് ആഘോഷമായിട്ടൊന്നുമല്ല നടത്തുന്നത് അമ്മേ. അമ്പലത്തിൽ പോയിട്ട് ചെറിയൊരു ചടങ്ങ്, അത്രയേ ഉള്ളൂ. അതിനിപ്പോൾ അമ്മ തടസ്സം നിൽക്കാനൊന്നും നിൽക്കണ്ട. ഞാനിത് സമ്മതിക്കില്ല. അതിൻ്റെ സമ്മതമൊന്നും എനിക്ക് വേണ്ട. അമ്മയ്ക്ക് എൻ്റെ സ്വഭാവം ശരിക്കും അറിയാലോ. വെറുതെ ഉടക്ക് നിൽക്കാൻ നിൽക്കണ്ട. ദേവിക എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ്, എത്രയോ പറഞ്ഞ ശേഷമാണ് ദേവിക ഇങ്ങനെ ഒരു കാര്യം സമ്മതിച്ചത് തന്നെ. അതുകൊണ്ട് ഉറപ്പായും ദേവികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം ഞാൻ നടത്തി കൊടുക്കും. അതിന് അമ്മ തടസ്സം നിന്നാൽ അമ്മയ്ക്ക് എൻ്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ വായടപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം എത്രയും പെട്ടെന്ന് ഞാൻ നടത്തി കൊടുക്കും. പിന്നെ പാർവതിയല്ലേ, പാർവതി എത്രയും പെട്ടെന്ന് വരും, അതെനിക്ക് ഉറപ്പുണ്ട്. അതിന് ആ പ്രേമ വന്നതുപോലെ ബുദ്ധിയും ബോധവും ഇല്ലാതെ വന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? പാർവതി ഈ വീട്ടിൽ നിന്നും എങ്ങനെയാണോ ഇറങ്ങിപ്പോയത് അതുപോലെ തന്നെ പാർവതി തിരിച്ചു വരും. കണ്ടോ അമ്മ? അതിനെക്കുറിച്ചൊന്ന് ഓർത്ത് വെറുതെ തല പുകയ്ക്കേണ്ട. എന്തായാലും ദേവികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം ഞാൻ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കും. കണ്ണടക്കുന്നതിൻ്റെ മുന്നേ എനിക്കത് കാണണം എന്ന് പറഞ്ഞിട്ടാണ് മനോഹരം പോകുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ കേട്ടും കൊണ്ട് ശരത്ത് അപ്പുറത്ത് നിന്ന് ഒളിഞ്ഞു നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ശരത്തിന് ഇതൊക്കെ കേട്ടപ്പോൾ നല്ല ദേഷ്യം പിടിക്കാൻ കേട്ടോ. ഒരിക്കലും സിദ്ധുവിൻ്റെയും ദേവികയുടെയും വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള ഭാവത്തിലാണ്. ദേവികയുടെ അടുത്തേക്ക് ചന്ദ്ര വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ട് ദേവിക എല്ലാ കച്ചറയും പുറത്ത് കൊണ്ടുപോയി ഇടുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുക, എന്താടി നീ എന്തിനാടി ഇവിടേക്ക് വന്നത്? വല്ല മന്ത്രവാദവും ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും കുഴിച്ചിടാൻ വേണ്ടിയാണ്? ആണോ? നിനക്ക് അങ്ങനെ തോന്നിയോ? എങ്കിൽ ഞാൻ അതിന് തന്നെയാണ് വന്നത്. പക്ഷേ ഇവിടെ എവിടെയും സ്ഥലം കണ്ടില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തെന്നോ, മന്ത്രവാദം ചെയ്തിട്ട് ഞാനത് സിദ്ധുവിൻ്റെ ഹൃദയത്തിൽ അങ്ങ് കുഴിച്ചിട്ടു. ഓ, ചന്ദ്ര പറയാണ്, അതുകൊണ്ടായിരിക്കുമല്ലേ സിദ്ധു നിന്റെ പുറകെ എപ്പോഴും മണപ്പിച്ച് നടക്കുന്നത്? അതേലോ. അപ്പോൾ ചന്ദ്ര പറയണേ, എനിക്കറിയാടി നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഓ, ദേവിക പറയണ, അല്ല നിന്റെ മനസ്സിൽ എന്താണ് ഉദ്ദേശിച്ചത് അത് നീ പറ. അതെ, നീയും സിദ്ധുവേട്ടനും തമ്മിലുള്ള കല്യാണം അത് ഒരിക്കലും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല. എങ്കിൽ നീ ഇപ്പോൾ കേട്ടോ, ഈ നിമിഷം തന്നെ സിദ്ധുവിൻ്റെയും എൻ്റെയും വിവാഹം നടത്തും. അത് നിനക്ക് കാണണോ? അപ്പോൾ ചന്ദ്ര പറയണേ, ഞാനല്ലേ സിദ്ധുവേട്ടൻ്റെ ഭാര്യ, ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നടത്തും? അതൊന്നും എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ ഇപ്പം തന്നെ സിദ്ധുവിനെ വിവാഹം കഴിക്കും. നിനക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നീ എന്താ പോലീസിനെ കൊണ്ടുവരുമോ? എങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ പോലീസിനെ കൊണ്ടുവരികയുമില്ല. അപ്പോൾ ചന്ദ്ര പറയണേ, എന്താ കൊണ്ടുവന്നാൽ? ഞാനൊരു വക്കീലാണ്. മറ്റൊരാളെ വിവാഹം കഴിച്ച വ്യക്തി ആ ബന്ധം നിയമപരമായിട്ട് വേർപെടുത്താതെ വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അതൊക്കെ കേൾക്കുമ്പോൾ ദേവിക പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ നീയും വിഷ്ണുവും തമ്മിലുള്ള ബന്ധം നീ അത് ഡിവോഴ്സ് ചെയ്യാതെയാണ് സിദ്ധുവിനെ വിവാഹം കഴിച്ചത്.
പിന്നെ എങ്ങനെയാടി ആ ബന്ധം നിലനിൽക്കുക എന്നുള്ള ഭാവത്തിൽ ഒരു പരിഹാസത്തോടു കൂടിയാണ് കേട്ടോ ദേവിക ചന്ദ്ര പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ വിവാഹം കഴിച്ചാൽ ആ ബന്ധം അസാധുവായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയണ നീ മിടുക്കിയാണല്ലോ, നിനക്ക് എല്ലാം അറിയാം. എന്താ നീ കേട്ടോ, ഞാൻ എന്തായാലും നിന്നെയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താതെ തന്നെ സിദ്ധുവിനെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തുണ്ടാവും, എന്താ തൂക്കിക്കൊല്ലുമോ? അപ്പോൾ ചന്ദ്ര പറയണേ എനിക്ക് പരാതി ഉണ്ടെങ്കിൽ നിനക്കെതിരെ കേസെടുക്കും. അതിന് നിനക്ക് പരാതി ഉണ്ടെങ്കിലല്ലേ. എനിക്ക് പരാതിയില്ല എന്നുള്ളത് നിന്നോട് ആര് പറഞ്ഞു? എന്തിനാ ആരെങ്കിലും പറയുന്നത്? എല്ലാ കാര്യവും എല്ലാവരെയും പറ്റിക്കാമെന്ന് നീ കരുതണ്ട ചന്ദ്രേ. നീ പിടിക്കപ്പെട്ട് കഴിഞ്ഞു ചന്ദ്രേ. അതുകൊണ്ട് വിനയത്തോടു കൂടി നിന്നോ. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും ചവിട്ടി ഇറക്കും. അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് ദേവിക അകത്ത് പോവാട്ടോ. അതോടുകൂടി ചന്ദ്ര ഇവളെന്താ എല്ലാ സത്യവും അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. ദേവിക മനോഹരൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ കേട്ടോ. ആ സമയത്ത് മുത്തശ്ശിയും ശരത്തും കൂടി ദേവികയെ ചോദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. എവിടേക്കാടി നീ പോയത് എന്ന് ചോദിക്കും. ഞാൻ സിദ്ധുവിനോടൊപ്പം പോയതാണ്. നീ എന്തിനാണ് സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പോയത്? അവിടെ ആരുമില്ലാത്തതല്ല. അതിനെന്താ, എനിക്ക് സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ തടസ്സവുമില്ല. എന്നല്ലെങ്കിൽ നാളെ ഇനിയിപ്പോൾ അവിടെ തന്നെയാണല്ലോ താമസിക്കാൻ പോകുന്നത്. അതിന് നിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. ആ വിവാഹമൊക്കെ ഉടനെ നടത്താമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നടത്തിയിരിക്കും. അപ്പോൾ ചന്ദ്രയെ വെറുതെ എന്തിനാണ് നീ വെല്ലുവിളിക്കാൻ പോയത് എന്ന് ശരത്ത് ചോദിക്കുമ്പോൾ എന്താ എനിക്കെന്താ അവളെ വെല്ലുവിളിച്ചില്ല. അല്ല അവളെ എന്ത് തീരുമാനിച്ചു? അവൾ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ല അവളെങ്ങാനും ഡിവോഴ്സിൽ നിന്നും തീരുമാനം മാറി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ദേവിക അങ്ങ് പുഞ്ചിരിക്കാണ്ട്. ആ ചിരി കണ്ടപ്പോൾ ശരത്തും മുത്തശ്ശി ഇവളെന്താ ഇങ്ങനെ ചിരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അല്ല അവൾ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ ഇവിടുത്തെ നിയമവും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. സിദ്ധുവിനെ ഞാൻ വിവാഹം കഴിച്ചാൽ നിയമം പോലും എന്നെ ഒരു പുല്ലും ചെയ്യില്ല. എന്നെ സിദ്ധു മാന്യനാണ്. അതുകൊണ്ട് ശരത്തിനെ പോലെയോ വിഷ്ണുവിനെ പോലെയോ ചന്ദ്രയെ പോലെയോ ഒന്നുമല്ല. ചന്ദ്രയെ ഡിവോഴ്സ് ചെയ്ത ശേഷം മാത്രമാണ് സിദ്ധുവിൻ്റെയും എൻ്റെയും വിവാഹം നടത്തും. പക്ഷേ നിങ്ങളെല്ലാവരും എന്നെ പ്രകോപിപ്പിച്ചാൽ പിന്നെ ഞാനൊന്നും നോക്കില്ല. ദേവികയെ ദേഷ്യം പിടിപ്പിച്ചാൽ ദേവിക എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്നും മാറില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ. അതുകൊണ്ട് അതിന് നിൽക്കണ്ട. ഞങ്ങൾ എന്തായാലും മാന്യമായിട്ട് എങ്ങനെയാണ് ഒരു കല്യാണം കഴിക്കേണ്ടത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദേവിക പോകുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഇവരൊക്കെ അന്ത വിട്ടു പോവാട്ടോ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞ് ഒരു കാലത്തും ഗുണം പിടിക്കില്ല. സന്തോഷം മുത്തശ്ശി എന്ന് പറഞ്ഞ് കൈകൊണ്ട് കൂപ്പുകയാണ് കേട്ടോ. അപ്പോൾ മനോഹരൻ പറയണ ദേവിക മോളെ നീ ഈ അമ്മ പറയുന്നതൊന്നും കാര്യമാക്കണ്ട. ഇതിപ്പോൾ സത്യങ്ങളൊക്കെ അമ്മ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തന്നെ മാറും. അതൊക്കെ നിനക്കറിയില്ല. എനിക്കറിയാലോ മുത്തശ്ശിയുടെ സ്വഭാവം. ആരുടെ സ്വഭാവം മോളെ രാഷ്ട്രീയക്കാരുടെ കൂട്ടാണ്. അതുകൊണ്ട് അമ്മയെ വിശ്വസിക്കേണ്ട എന്ന് പറയുമ്പോൾ ദേവിക പുഞ്ചിരിച്ചുകൊണ്ടാണ് കേട്ടോ അകത്തേക്ക് പോകുന്നത്. അങ്ങനെ ദേവികയുടെ തീരുമാനം കേട്ട് സിദ്ധുവിനെ എത്രയും പെട്ടെന്ന് ഞാൻ വിവാഹം കഴിക്കും എന്ന് കേട്ടപ്പോൾ ശരത്ത് അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.